ഫ്രണ്ട്സ്, പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വന്യജീവി സങ്കേതങ്ങൾ നോക്കാം. പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കേരളത്തിലെ നദികൾ, വന്യജീവി സങ്കേതങ്ങളെല്ലാം. ഇന്ന് നമുക്ക് വന്യജീവി സങ്കേതങ്ങൾ നോക്കാം കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതം പറമ്പിക്കുളം. ഇന്ത്യയിലെ 38ാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. ഇന്ത്യയിലെ 38ാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 14. വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 14. ഇതൊക്കെ ശ്രദ്ധിക്കണേ. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം 36. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം 36. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. നിലവിൽ വന്ന വർഷം 1975. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കോർപ്പറേഷൻ ആണെങ്കിൽ കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നതാണ് വഴുതക്കാട്. ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാട്. അപ്പോൾ ഈ 3 കൺഫ്യൂസിങ് ഫാക്ടർ നോക്കണേ. പറയാം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന റിസർച്ച് ആണെങ്കിൽ പീച്ചി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിൽ കോട്ടയം. കോർപ്പറേഷൻ കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വഴുതക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനാണ് റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനാണ് റാന്നി. കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണെങ്കിൽ കോന്നി. ഇത് രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റാണ്, ഈ റാന്നിയും കോന്നിയും. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ആണെങ്കിൽ റാന്നി. റാണികൾ ഏറ്റവും വലുതാണല്ലോ അല്ലേ, റാണി അഥവാ രാജ്ഞിയും റാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോഡ് വെച്ച പോലെ പഠിക്കുക. അപ്പോൾ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ആണെങ്കിൽ റാന്നിയും. കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണെങ്കിൽ കോന്നി. കേരളത്തിലെ റിസർവ് വനം കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാ? പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ലയാണെങ്കിൽ ആലപ്പുഴ. കുറവാണെങ്കിൽ ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനമാണ് വിയ്യാപുരം. ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? വിയ്യാപുരം. വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഇടുക്കി. വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏതാ? ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല ഏതാ? വയനാട്. വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ. വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാ? ആലപ്പുഴ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? കണ്ണൂർ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമാരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമാരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി അല്ലേ? ഏറ്റവും വലുതാണെന്നും പറഞ്ഞല്ലോ റാന്നി. കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷനാണ് അഗസ്ത്യവനം. കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വന ഡിവിഷനാണ് അഗസ്ത്യവനം. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1887. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1887. കേരള വനനിയമം 1961. കേരള വനനിയമം 1961. ഈ 1961 ഈ ഓണം ഉത്സവത്തെ പ്രഖ്യാപിച്ചതും 1961. അതുപോലെ കേരള വനനിയമം നിലവിൽ വന്നതും 1961. തിരുവിതാംകൂറിൽ വനനിയമമാണെങ്കിൽ 1887. കേരള വൃക്ഷ സംരക്ഷണ നിയമമാണെങ്കിൽ 1986. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986 ആണെങ്കിൽ കേരള വന നിയമം 1961. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിതതീരം. എന്താണ്? തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിതതീരം. വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം.
അപ്പോൾ എന്താണ്, വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതിയാണ് വഴിയോര തണൽ. എന്താണ്, വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതിയാണ് വഴിയോര തണൽ. കേരളത്തിലെ വനേതര മേഖലയിലെ സംരക്ഷണത്തിനും ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിനുമായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സമിതി. കേരളത്തിലെ വനേതര മേഖലയിലെ സംരക്ഷണത്തിനും ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിനുമായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സമിതി. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത് മരുത്തി ഹില്ലിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത് മരുത്തി ഹില്ല്. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. എന്താണ് സഞ്ജീവനി വനം? ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏതാണ്? പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരെന്താണ്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. 1934 കേട്ടോ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വന്നത്. കണ്ടോ, 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. എന്താണ് 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാ? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. അപ്പോൾ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഞാൻ നേരത്തെ പറഞ്ഞ വലുതേതായിരുന്നു? പെരിയാർ വന്യജീവി സങ്കേതം. 2ാമത്തെയാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 1973. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷവും 1973. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. അതുപോലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷവും 1973. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതായിരുന്നു? പെരിയാർ അല്ലേ. 2ാമത്തെയാണ് ഈ പറമ്പിക്കുളം. ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 2010. അപ്പം 38ാമത്തെയാണ് ഇന്ത്യയിൽ തന്നെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം 38ാമത്തെ. പെരിയാറാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 10ാമത്തെ സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 2010. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുണക്കടവ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം.
റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അഥവാ തിരുവനന്തപുരത്ത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ്. അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് വനം. ശെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ശെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം. ഇവിടെയാണ് മുകുന്ദപുരം. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നപ്പാമ്പ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അല്ലേ, കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കർണാടകത്തിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനമാണ് കുറിഞ്ഞിമല. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കുന്ന പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ് പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി. അപ്പം എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏതാണ്? കരിങ്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. അപ്പം നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നായിരുന്നു? 2006. നീലക്കുറിഞ്ഞി ഏറ്റവും അവസാനമായി പൂവിട്ടത് 2018 ഓഗസ്റ്റ് ടു ഒക്ടോബർ വരെയായിരുന്നു കേട്ടോ. നോട്ട് ചെയ്യണേ. നീലക്കുറിഞ്ഞി ഏറ്റവും അവസാനമായി പൂവിട്ടത് 2018 ഓഗസ്റ്റ് ടു ഒക്ടോബർ വരെ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. ശരിക്കും കേന്ദ്രത്തിൻ്റെ പ്രകാരം 6ആണ് പെരിയാറിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുള്ള കേരളം ഇതുവരെയും. അതുകൊണ്ട് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ഏതാണ്? പാമ്പാടുംചോല. ദേശീയോദ്യാന പട്ടികയിൽ ഉൾപ്പെടുത്താനായി പരിഗണനയിലിരിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കരിമ്പുഴ. എന്താണ്? ദേശീയോദ്യാന പട്ടികയിൽ ഉൾപ്പെടുത്താനായി പരിഗണനയിലിരിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കരിമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975. ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ് 1975. വംശനാശ ഭീഷണി നേടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ് 1978.
വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2007. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ് 2007. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ് എന്നും പറയുന്നുണ്ട്, ഡൗട്ട് ഉണ്ട് കേട്ടോ. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ ഇത് രണ്ടും ഡൗട്ടാണ് കേട്ടോ, നോക്കണേ കേട്ടോ, കൺഫ്യൂസിങ് ഫാക്റ്റാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണെങ്കിൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണെങ്കിൽ കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഉത്ഭവിക്കുന്നതാണ് തൂതപ്പുഴ. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുലിനിയ എക്സാറിലാറ്റ. എന്താണ് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം? കുലിനിയ എക്സാറിലാറ്റ. അപ്പം അത്രയേ ഉള്ളൂ ദേശീയോദ്യാനങ്ങൾ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്